സുഹൃത്തുക്കളെ നമസ്കാരം. മഹാബലിപുരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഷോൺ ടെമ്പിളിലേക്ക്. AD 800 കാലഘട്ടത്തിലാണ് ഷോൺ ടെമ്പിൾ ഇവിടെ നിർമ്മിച്ചത്. ഇതൊക്കെ ഒറ്റൊരു ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ബംഗാൾ ഉൾക്കടലിന് അടുത്തായിട്ടാണ് ഈ ഒരു അമ്പലമുള്ളത്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. എന്നാൽ നമുക്ക് പോയി നോക്കിയാൽ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. ഓക്കെ. മഹാബലിപുരത്ത് നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഷോറ ടെമ്പിൾ. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചത് പല്ലവ രാജവംശക്കാർ തന്നെയാണ്. 8-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ക്ഷേത്രത്തിന് 2 കവാടങ്ങളുണ്ട്. ആദ്യത്തെ കവാടത്തിലൂടെ ഉദയസൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ ക്ഷേത്രത്തിലകത്തേക്ക് പതിക്കുന്നു. രണ്ടാമത് അസ്തമയ സമയത്തുള്ള സൂര്യൻ്റെ കിരണങ്ങളും രണ്ടാമത്തെ കവാടത്തിലൂടെ ക്ഷേത്രത്തിലകത്തേക്ക് പതിക്കുന്നു. കൂടാതെ മുന്നേ നമ്മൾ കണ്ട പോലെ തന്നെ മഹാബലിപുരത്തെ മറ്റ് സ്ഥലങ്ങൾ പോലെ തന്നെ ധാരാളം വർക്കുകൾ ഈ ഒരു ക്ഷേത്രത്തിലുമുണ്ട്. അതിനിടയിൽ ഒരു യുദ്ധത്തിൽ ഇതൊക്കെ നശിച്ചു പോയിനായിരുന്നു കുറച്ച്. വീണ്ടും അതൊക്കെ ഇവിടെ സംരക്ഷിച്ചിട്ട് വരുന്നുണ്ട്. പല്ലവ കാലഘട്ടത്ത് നിർമ്മിച്ച മഹനീയമായ ഒരു ക്ഷേത്രം. വർക്കുകൾ നമ്മളിപ്പോൾ കാണുന്നതൊരു ക്ഷേത്രക്കുളമാണ്. ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു പല്ലവ കാലഘട്ടം. മഹാബലിപുരത്ത് തന്നെ പ്രധാനമായിട്ടും ഇന്ത്യയിൽ തന്നെ മഹാബലിപുരം ഒരു തുറമുഖ നഗരം കൂടിയായിരുന്നു. ആ സമയത്താണ് ഇപ്പോഴുള്ള ചെന്നൈയിലെ ഫുജിയാനുമായിട്ട് വ്യാപാര ബന്ധം പല്ലവ രാജവംശത്തിനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ ഒരു സമയത്താണ് ബോധിധർമ്മൻ, നമ്മുടെ സിനിമ കണ്ടിട്ടുണ്ടാവും. ബോധിധർമ്മൻ കപ്പൽ കയറി അവിടെ ചെന്നൈയിലെത്തുന്നു. അവിടുന്ന് പിന്നെ സെൻ ബുദ്ധിസം അവിടെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ മഹാബലിപുരത്തിനും ചൈനയുമായിട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മുടെ കൊച്ചിയൊക്കെ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു മ്യൂസിയത്തിൽ പോയിനായിരുന്നല്ലോ. അന്നേരം ഒന്ന് മാർക്ക് ചെയ്തത് കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ കൊച്ചിയും ആ ഒരു സമയത്തൊക്കെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു കാലമായിരുന്നു. ഇനി ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റും. നമുക്കിതിലെ കാഴ്ചകൾ കുറച്ച് സമയം കൂടി കണ്ടിട്ട് നമുക്ക് മെല്ലെ തിരിക്കാം. സുനാമി വന്ന സമയത്തും ഇവിടെ അത്ര വലിയ കാര്യമായിട്ടുള്ള ഒരിതൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല.
സുഹൃത്തുക്കളെ, ക്ഷേത്രത്തിന് മുന്നിൽ നമ്മളൊരു വലിയൊരു കുഴി കാണുന്നുണ്ട്. കുഴിയല്ല, ഇതെന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നിന്ന് വെള്ളം കയറിയാലും ഇവിടെ ഈ ഒരു ലെവലിൽ നിറഞ്ഞു കിടക്കും. അത്ര പോലും ക്ഷേത്രത്തിന് ഒന്നും ആവത്തില്ല. ആ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് തന്നെ. ആദ്യമായിട്ട് ഞാനിവിടെ വന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-10 വർഷമായി. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഞാൻ കയറി നടന്നിനി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ അവിടെ ക്ലോസ് എന്ന ബോർഡ് ആണ് കാണുന്നത്. മെയിൻ്റെനൻസ് വർക്ക് എന്തോ നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. വെയിലിനൊരു കുറവുമില്ല, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഇനിയിപ്പം ഞാനിപ്പം എല്ലാം തിരിക്കേണ്ട ഒരു പരിപാടിയിലാണുള്ളത്, അടുത്ത ഡയറക്ഷനിലേക്ക്. സുഹൃത്തുക്കളെ, തൽക്കാലത്തേക്ക് മഹാബലിപുരത്തോടെ നമുക്ക് വിട പറയാം. ഇനി ഇവിടുന്ന് ചെന്നൈ റൂട്ടിലേക്ക് ഇനി പോകുന്ന വഴിക്ക് ഒരു ടൈഗർ കേവ് എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട്. പറ്റുമെങ്കിൽ അത് കയറാം, ഇല്ലെങ്കിൽ ഓൺ ദ വേ ചെന്നൈ. ഇനി പോകുന്ന വഴിക്ക് മറ്റൊരു സ്ഥലം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്, അതെന്തായാലും സസ്പെൻസായി കിടക്കട്ടെ. ടൈഗർ കേവിലേക്ക് എനിക്ക് തോന്നുന്നു 5:30 വരെയാണ് പ്രവേശനം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30 ഇനി ഇവിടുന്ന് സൈക്കിളിൽ ചവിട്ടിയിട്ട് ഒരു 13 കിലോമീറ്റർ ഇവിടെ നിന്ന് ഉള്ളത്. എനിക്ക് സൈക്കിളിൽ ചവിട്ടിയിട്ട് ഇനി അവിടെ എത്തുമെന്ന് അറിയത്തില്ല. എത്തുമെങ്കിൽ നമുക്കത് കയറാം. അപ്പോൾ ഓക്കെ, ബായ്.